അൻവർ പതുങ്ങിയിരിക്കുകയല്ല, അൻവർ പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി വരാൻ പോകുന്ന അടുത്ത ഘട്ടം ഈ പറയുന്ന അന്വേഷണങ്ങളിൽ ഒരു നടപടി ഉണ്ടാവാതിരിക്കുകയും അൻവർ സ്വാഭാവികമായി വീണ്ടും പുറത്തു വന്ന് കൂടുതൽ ആരോപണങ്ങളും കൂടുതൽ വെളിപ്പെടുത്തലുകളും നടത്താൻ പോവുകയാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് ഘട്ടമാണ്. കാരണം വിജിലൻസ് അന്വേഷണമോ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമോ ഒരു തരത്തിലും ഫലം കാണാത്ത ഒരു മാസം കൂടി ഇനി കടന്നു പോകും. ഇത് വീണ്ടും പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആയിട്ട് ഇത് മുന്നോട്ട് പോകാനാണ് സാധ്യത. കഴിഞ്ഞ 3 ദിവസത്തെ സംഭവവികാസങ്ങൾ നമ്മൾ ഒരു ക്ലോസ് ആയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗസ് ചെയ്ത ഊഹിച്ച ചില കാര്യങ്ങളിൽ വ്യക്തത വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരു 18-19 ദിവസം കടന്നു വരുന്നു. ഈ ആരോപണങ്ങളൊക്കെ PV അൻവർ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ CPMൻ്റെ പ്രതിനിധികളാരും വരുന്നുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ പോഷക സംഘടനകളിൽ ആരെങ്കിലുമോ ഈ അൻവർ പറയുന്നത് ശരിയല്ല, P ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ആളാണ്, ഞങ്ങൾക്കറിയാം, അദ്ദേഹം ഞങ്ങളുടെ സഖാവാണ്, അദ്ദേഹം CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, അൻവർ കുറേ കൂടി മര്യാദ പാലിക്കണമെന്ന് ഒരു CPMകാരനും പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടേ ഇല്ല. 18 ദിവസം അൻവർ ഇങ്ങനെ ദിവസവും വാർത്താസമ്മേളനം നടത്തുന്നു. MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഡയറക്റ്റ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, പരാതികൾ പറയുന്നു, മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നു, CPM സംസ്ഥാന സെക്രട്ടറി കണ്ട് പരാതി നൽകുന്നു, അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നു. ഒരാളും സംസാരിച്ചിട്ടില്ല. പാർട്ടിയിൽ P ശശിയെയോ ആഭ്യന്തര വകുപ്പിനെയോ പോലീസിനെയോ സംരക്ഷിച്ചുകൊണ്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഒരാളും സംസാരിച്ചിട്ടില്ല. ആദ്യമായി സംസാരിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ നടപടി ഒന്നും ഉണ്ടാവില്ല, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നോക്കാം. തൃശ്ശൂർ പൂരം കലക്കിയെ സംബന്ധിച്ച് ഏപ്രിൽ 21-ാം തീയതി അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച അന്വേഷണം നടക്കുന്നില്ല, അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് സർക്കാരിനെതിരായി കൊടുത്ത മറുപടിയാണ്. ഒരു വിവരാവകാശ രേഖയ്ക്ക് കൊടുത്ത മറുപടി അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തരണമെന്ന് പറഞ്ഞ റിപ്പോർട്ട് ലഭിക്കാത്തപ്പോൾ നിങ്ങൾ അന്വേഷിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ, എന്നിട്ടും ഇങ്ങനെ മറുപടി കൊടുത്തല്ലോ എന്ന് പറഞ്ഞാൽ അത് ഒഴിഞ്ഞു പോകാറാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഈ അതുവരെ സമർപ്പിക്കാത്ത റിപ്പോർട്ട് 1500 പേജ് വരുന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിൽ പറയുന്നു അങ്കിത് അശോക് എന്ന് പറയുന്ന ജില്ലാ പോലീസ് മേധാവിയാണ് ഇതിൻ്റെ കാരണക്കാരൻ, അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്ഥലം മാറ്റി, തെരഞ്ഞെടുപ്പ് കാരണം നമുക്ക് സ്ഥലം മാറ്റാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് നടപടി എടുക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. ഇതാണ് ഉണ്ടായത്. രണ്ടാമത്തെ കാര്യം, PV അൻവർ MLA ഉന്നയിച്ച കാര്യങ്ങളിൽ മുഖ്യമന്ത്രി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ആരെങ്കിലും പറഞ്ഞാൽ അതൊന്നും പരിശോധിക്കില്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പരിശോധിക്കില്ല. ഏത് PV അൻവർ MLA തന്നെ എഴുതി തയ്യാറാക്കി നൽകിയ പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൈവശം ഇരിക്കുകയും ഇന്നലെ പുറത്തു വന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ആ പരാതി പരിഗണനയിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തൊരു കാര്യത്തെക്കുറിച്ചാണ് അതിന് മുമ്പ്, ആ പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറയുന്നത്, ആര് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്, ആരെന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിനെതിരെ ഒരു പരിശോധനയും ഉണ്ടാവില്ല. അതായത് P ശശിയെക്കുറിച്ചുള്ള ഒരു ആക്ഷേപവും മുഖ്യമന്ത്രി ഓൺ ചെയ്യുന്നില്ല, അത്തരം ആക്ഷേപങ്ങൾ തള്ളി പറയുന്നു. മറ്റൊരു കാര്യം, PV അൻവർ സ്വർണ്ണക്കടത്ത് പിടിക്കുമ്പോൾ, പോലീസ് പിടിക്കുമ്പോൾ അതിൽ സ്വർണ്ണക്കടത്തുകാർ അസ്വസ്ഥരാവുക സ്വാഭാവികം എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ മാധ്യമങ്ങൾ എടുത്ത് ചോദിക്കുന്നു, അപ്പോൾ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണോ PV അൻവർ MLA ഇത് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? അത് ഞാൻ പറയില്ല, അതൊന്നും ഞാൻ പറയില്ല, അതിനർത്ഥം നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, നിങ്ങൾ പറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ സംശയം നേരിടാക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. മുഖ്യമന്ത്രി ചെയ്ത ഉടനെ തൊട്ട് പിറ്റേ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിൻ്റെ ഒരു പ്രസ്താവന വരുന്നു. അദ്ദേഹം നൽകിയ PV അൻവർ MLA സർക്കാരിനും പാർട്ടിക്കും നൽകിയ പരാതികൾ പരിഗണനയിലേക്ക് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, ഇനി മാധ്യമങ്ങളോട് പ്രതികരിച്ച് പാർട്ടിയുടെ ശത്രുക്കൾക്ക് ആയുധം നൽകരുത്, ഇതൊരു അഭ്യർത്ഥനയാണ് എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇത് മുഴുവൻ കൂട്ടി വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? PV അൻവർ MLA 18-19 ദിവസം ഉന്നയിച്ച ആരോപണങ്ങൾ, നിരന്തരമായി ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അൻവർ MLA പറയുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ, പരാതികൾ, അത് വാലിഡിറ്റി ഉള്ളതാണ്, അതിൽ ജെന്വിൻ ആണ് ആ പരാതികളെന്ന് പാർട്ടിക്ക് തോന്നിയതുകൊണ്ടാണല്ലോ പാർട്ടി മിണ്ടാണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ പാർട്ടി പരാതി എഴുതി വാങ്ങിയത്. അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഉൾപ്പെടെ ഉയർത്തിയ ആരോപണങ്ങളിൽ പാർട്ടി പരാതി എഴുതി വാങ്ങാർത്ഥം എന്താണ്? അതൊരു വ്യാജ പരാതിയല്ല എന്നും അത് ഗൗരവ സ്വഭാവമുള്ളതാണെന്നും അന്വേഷിക്കണമെന്നും പാർട്ടിക്ക് തോന്നിയതുകൊണ്ടാണ്. അതേസമയം മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്? ഈ ആരോപണങ്ങൾ മുഴുവൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും ചില കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചില കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം ഒന്നും ഉണ്ടാവാതിരിക്കുകയും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുക, അതിന് 6 മാസത്തെ സമയപരിധി നൽകുക. ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന വാർത്തയാണ്, അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു.
ഡീറ്റെയിൽഡ് എൻക്വയറി എന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത്. ഡീറ്റെയിൽഡ് എൻക്വയറി ആണ് ഉദ്ദേശിച്ചത്. അത് ക്വിക്ക് വെരിഫിക്കേഷൻ അല്ല. വിജിലൻസ് അന്വേഷണത്തിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള ക്വിക്ക് വെരിഫിക്കേഷൻ അല്ല, ഡീറ്റെയിൽഡ് എൻക്വയറി നടത്താണ്. ക്വിക്ക് വെരിഫിക്കേഷൻ ആവശ്യം വരാത്തതുകൊണ്ടാണ് ഈ പരാതിയിൽ DGP അന്വേഷണം നടത്തി, DGP മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത് ഈ പറയുന്ന സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ക്വിക്ക് വെരിഫിക്കേഷൻ ഇവിടെ കഴിഞ്ഞു, DGPയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ കഴിഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽ എൻക്വയറിക്ക് 6 മാസമാണ് സമയം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 മാസം എന്ന് പറഞ്ഞാൽ ദീർഘമായ സമയമാണ്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെയും M.R. അജിത് കുമാറിനെതിരെ മറ്റന്വേഷണം ഉണ്ടാവില്ല. അല്ലാതെ ഉയർന്ന മറ്റു ചില ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ആളെ കൊല്ലിക്കുന്നയാളാണ് M.R. അജിത് കുമാർ. റിദാൻ ഫാസിലിൻ്റെ മരണം, മാമി തിരോധാനം, ഈ 2 കേസിലും M.R. അജിത് കുമാറിന് പങ്കുണ്ടെന്ന ആരോപണം DGP തലത്തിൽ അന്വേഷിക്കുകയാണ്. മാമി തിരോധാനം വേറെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും ഈ അന്വേഷണം നടക്കുന്നുണ്ട്, M.R. അജിത് കുമാർ ആ പൊസിഷനിൽ നിന്ന് മാറിയിട്ടില്ല. അതിനർത്ഥം അദ്ദേഹത്തെയും സംരക്ഷിക്കാം. P. ശശിയെ എങ്ങനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അതുപോലെ M.R. അജിത് കുമാറിനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കുമ്പോൾ PV അൻവർ ഒറ്റപ്പെട്ടു പോകുന്നു. ഒരു വശത്ത് പാർട്ടി അദ്ദേഹത്തെ ശാസിക്കുന്നു, മറുവശത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളി പറയുന്നു. പാർട്ടിയോട് PV അൻവർ MLA ക്ഷമ ചോദിക്കുന്നു. എന്താണ് അദ്ദേഹം, പാർട്ടി പ്രവർത്തകർ അദ്ദേഹം പറയുന്നതാണ്, ഒരു LDF MLA സഞ്ചരിക്കാൻ പാടില്ലാത്ത, പാർട്ടി അനുഭാവി സഞ്ചരിക്കാൻ പാടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു. അതിനർത്ഥം അദ്ദേഹം ചില റെക്കോർഡിങ്ങുകൾ പുറത്തുവിട്ടു. അദ്ദേഹം തന്നെ അതിൽ സോറി പറയുന്നതിന് മുമ്പ് മറ്റൊന്ന് തുറന്ന് പാർട്ടിയോട് പരാതി പറയുന്നതിന് പകരം പരസ്യമായി അതിനെതിർത്ത് തുറന്ന് സംസാരിച്ചു. അതിനൊക്കെ അദ്ദേഹം മാപ്പ് ചോദിച്ചു. ഇതിൽ നിന്ന് ഈ സംഭവവികാസങ്ങളുടെ ഒരു ടൈം ലൈനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ഗ്രാൻഡ് ഡിസൈനാണ്. മുമ്പ് നമ്മുടെ റിപ്പോർട്ടർ സേഫ് സൈൻ ലാബ്ജിനാണ് ആ വാക്ക് ഉപയോഗിച്ചത്. ഒരു ഗ്രാൻഡ് ഡിസൈനാണ്. അതായത് പാർട്ടി സമ്മേളനങ്ങളുടെ തുടക്കകാലത്താണ് അൻവർ ഈ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങുന്നത്, ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. ഇനിയിപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങളിലേക്കും ഏരിയ സമ്മേളനങ്ങളിലേക്കും പോവുകയാണ്. അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. അപ്പോൾ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ എന്താണ്, മുഖ്യമന്ത്രി റെസ്പോണ്ട് ചെയ്യുന്നു. ആദ്യഘട്ട ആരോപണങ്ങൾ ഉന്നയിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി റെസ്പോണ്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ റെസ്പോൺസ് എന്താണ്, അൻവറിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നു, ഈ വാദങ്ങളെ തള്ളിക്കളയുന്നു, P. ശശിയെയും M.R. അജിത് കുമാറിനെയും പരസ്യമായി സംരക്ഷിക്കുന്നു. ഇനി 2ാം ഘട്ടം എന്താകും എന്നുള്ളതാണ്. ആ 2ാം ഘട്ടത്തിനും 1ാം ഘട്ടത്തിനും കൂടെയുള്ള ഇടവേളയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അതിനർത്ഥം PV അൻവർ ഒതുങ്ങി എന്നല്ല. കാരണം PV അൻവർ സംസാരിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞത് തൽക്കാലം ഇത് അവസാനിപ്പിച്ചു എന്നാണ്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ സ്ഥലത്തില്ല, ഇന്നോ നാളെയോ അദ്ദേഹം തിരിച്ചെത്തുമെന്ന് കരുതുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന പുറത്തിറക്കിയെങ്കിലും ഈ പരാതി, P. ശശിക്കെതിരായിട്ടുള്ള പരാതി പാർട്ടിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ പരാതിയിൽ അന്വേഷിച്ച് ഉടൻ നടപടി സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. ആ അന്വേഷണത്തിലും ഉടൻ നടപടികൾ ഉണ്ടാവില്ല. സർക്കാർ അന്വേഷിക്കുന്ന പോലീസ് അന്വേഷണത്തിലും വിജിലൻസ് അന്വേഷണത്തിലും ഉടൻ നടപടികളൊന്നും ഉണ്ടാവില്ല. കാരണം അത്രമാത്രം പവർഫുള്ളാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരാണ് P. ശശി എന്നും M.R. അജിത് കുമാറെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ വ്യക്തമായി കഴിഞ്ഞതാണ്. അവർക്കെതിരെ ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല. പാർട്ടിക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പിൻവലിക്കാം. പാർട്ടി അത് ചെയ്യില്ല. കാരണം പാർട്ടി അത് ചെയ്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിലുള്ള വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ സമൂഹത്തിലേക്ക് ഉണ്ടാവും. മാധ്യമങ്ങൾ അത് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണല്ലോ സംഭവിക്കുക. അങ്ങനെ സർക്കാരിനെയോ പാർട്ടിയോ ഒരു പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അടുത്ത വർഷം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും ഒരു ബാഡ് ലൈറ്റിൽ നിർത്തുന്ന ഒരു നീക്കത്തിലേക്ക് പാർട്ടിയും പോവില്ല. അപ്പോൾ അൻവറിനെ ഒരു ശാസനാസ്വരമുള്ള അഭ്യർത്ഥനയിലൂടെ അൻവറിനെ തൽക്കാലം ഒതുക്കി നിർത്തുന്നു. മുഖ്യമന്ത്രിക്ക് പറയാനുള്ള അദ്ദേഹം പറയുന്നു, ഇനി വരാൻ പോകുന്ന അടുത്ത ഘട്ടം ഈ പറയുന്ന അന്വേഷണങ്ങളിൽ ഒരു നടപടി ഉണ്ടാവാതിരിക്കുകയും അൻവർ സ്വാഭാവികമായി വീണ്ടും പുറത്തു വന്ന് കൂടുതൽ ആരോപണങ്ങളും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ പോവുകയാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് ഘട്ടമാണ്. കാരണം വിജിലൻസ് അന്വേഷണമോ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമോ ഒരു തരത്തിലും ഫലം കാണാത്ത ഒരു മാസം കൂടി ഇനി കടന്നു പോകും. ഇത് വീണ്ടും പൊട്ടിത്തെറിക്കും. അങ്ങനെ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആയിട്ട് ഇത് മുന്നോട്ട് പോകാനാണ് സാധ്യത. അല്ലാതെ അൻവർ പതുങ്ങിയിരിക്കുകയല്ല. അൻവർ പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടി തന്നെയാണ്.